वैष्णवांच श्रीरूपं सागरजातं सहगण रघुनाथान्वितं तं सजीवं स्वाद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्ण पादान् सहगण ललिता श्री विशाखान्वितांश्च। हे कृष्णा करुणा सिंधु दीनबंधो जगल्पदे गोपेशा गोपिका कांता राधा कांता नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनीश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। श्रीकृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. നമ്മൾ ഭഗവത്ഗീതയുടെ 2ാമത്തെ അധ്യായം ഗീതാ വിഷയ സംഗ്രഹമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് റിവ്യൂ ചെയ്യുകയാണ്. ആദ്യത്തെ 10 ശ്ലോകം അർജുനന്റെ ശരണാഗതിയാണ്. പിന്നെ 11 മുതൽ 30 വരെയുള്ള ശ്ലോകം ജ്ഞാനത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പം നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കർമ്മ യോഗവും ബുദ്ധിയോഗവും കൂടിയാണ്. ഇന്ന് നമ്മൾ കർമ്മയോഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധിയോഗം എന്ന് നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോവുകയാണ്. എന്താണ് കർമ്മയോഗവും ബുദ്ധിയോഗവും? ഇത് രണ്ടും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. കർമ്മത്തെ ബുദ്ധി കൊണ്ട് ഭഗവാനിൽ സമർപ്പിതമാക്കണം. 54 മുതൽ 54ാമത്തെ ശ്ലോകം അതാണ്. പിന്നെ 54 മുതൽ 72 വരെയുള്ള ശ്ലോകങ്ങൾ ഒരു സ്ഥിരബുദ്ധിയുള്ളവന്റെ ലക്ഷണമാണ്. പറയത്തില്ലേ, തലയ്ക്ക് സ്ഥിരതയില്ലെന്ന് പറയത്തില്ലേ? അപ്പം സ്ഥിരതയുള്ളത് ആരാണ് എന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാന് നമുക്ക് വേണ്ടിയിട്ട് അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ 53 ശ്ലോകം നമ്മൾ വായിച്ചു. ഇനിയുള്ളത് 54ആണ്. നമുക്ക് 54 നോക്കാം. ശ്യാമസുധീർ ഭൂ ഹരേ കൃഷ്ണ. സിമി മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് തുടങ്ങാം. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. അർജുന ഉവാച. റിപ്പീറ്റ് ചെയ്യാം. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷാ സമാധിസ്ഥസ്യ കേശവ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത സ്ഥിതധീം കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. കിമാസീത വ്രജേത കിം. അർജുന ഉവാച. അർജുന ഉവാച. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷാ സമാധിസ്ഥസ്യ കേശവ തസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത സ്ഥിതധീ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. കിമാസീത വ്രജേത കിം. ശബ്ദാർത്ഥം വൈകി ശ്രീ ശ്രീ പ്രഭുപാദ് കി ജയ്. അർജുന ഉവാച. അർജുനൻ പറഞ്ഞു, കേശവ, ഹേ കേശവ, സമാധിസ്ഥസ്യ സമാധിസ്ഥനായ സ്ഥിതപ്രജ്ഞസ്യ കൃഷ്ണാവബോധം ഉറച്ച ഒരാൾക്ക് കാ ഭാഷ എന്താണ് ഭാഷ സംസാരം, സ്ഥിതധി കൃഷ്ണാവബോധത്തിൽ ബുദ്ധി ഉറച്ചവൻ, കിം പ്രഭാഷേത എന്തു സംസാരിക്കും, കിം ആസീത എങ്ങനെ സ്തുതി ചെയ്യും, കിം വ്രജേത എങ്ങനെ സഞ്ചരിക്കും. വിവർത്തനം ആവർത്തനത്തോടെ ശീല പ്രഭുപാദക്ക് ജി. അർജുനൻ ചോദിച്ചു, അല്ലയോ കൃഷ്ണ, ദിവ്യാവബോധസ്ഥിതനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം, അദ്ദേഹത്തിന്റെ ഭാഷ എന്ത്,
സംസാരവും ഇരിപ്പും നടപ്പും എങ്ങനെയിരിക്കും? ഒരു കുലീനത്വത്തെ കുറിച്ച് പറയുകയാണ്. ഇല്ലേ? നമ്മൾ പറയത്തില്ലേ, അവനെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ അറിയാം കുടുംബത്തിൽ പിറന്നവനാണ്. ശരിയല്ലേ? അപ്പം പഠിച്ച ഒരാളുടെ സംസാരവും പഠിക്കാത്ത ഒരാളുടെ സംസാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരിയല്ലേ? ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, ഞാൻ ഒരു സ്റ്റേറ്റ് ഫോർവേഡ് അല്ലായിരുന്നു. വീട്ടിനകത്തുള്ള കാര്യങ്ങൾ എപ്പോഴും ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്ത് പറഞ്ഞാലും ബഹളം. അപ്പൊ ഞാൻ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ പോയി എന്ന സമയത്ത് വീട്ടിൽ വന്നിട്ട് നാമമൊക്കെ ചൊല്ലും, നാമമൊക്കെ ജീവിക്കും. അപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബഹളം വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അച്ഛൻ എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കും, ഹരേ കൃഷ്ണനെ പോയിട്ട് എന്താ കാര്യം? അച്ഛൻ ഹരേ കൃഷ്ണനല്ല, പക്ഷേ അതിൻ്റെ വാല്യൂ, ആ മതിപ്പ്. ഇപ്പം നമ്മൾ ഭഗവത്ഗീതയാണ് പഠിക്കുന്നത്, ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് ജപിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് അതിനോടൊരു വിശ്വാസമുണ്ട്, അതിലൊരു മതിപ്പുണ്ട്. അപ്പൊ ആ വിശ്വാസം വെച്ചുകൊണ്ടാണ് അച്ഛൻ എന്നോട് ചോദിക്കുന്നത്, നീ ഹരേ കൃഷ്ണ പോയിട്ട് എന്താ കാര്യം? നീ എപ്പോഴും ഞാൻ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കത്തില്ലേ? കൂടുതലും അമ്മയായിട്ടാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇവിടെ നോക്കുമ്പം ആ ഒരു ബുദ്ധിവിശേഷമാണ്. അപ്പം നമ്മൾ ഹരേ കൃഷ്ണാവബോധത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭഗവാനെ വിളിക്കുന്ന അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അതൊരു ഐഡന്റിറ്റിയാണ്. നമ്മുടെ ഈ മാല ഒരു ഐഡന്റിറ്റിയാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും അതിനൊരു മതിപ്പുണ്ട്. ഇത്രയും പ്രാവശ്യം നാട്ടിൽ പോയിട്ട് എവിടൊക്കെ ചെല്ലുന്നു ഈ മാലയ്ക്ക് മതിപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ കഴുത്തിൽ കിടക്കുന്ന മാലയ്ക്ക് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. പതുക്കെ രഹസ്യമായിട്ടെങ്കിലും ചെവിയിൽ ചോദിക്കും, ഹരേ കൃഷ്ണയാണോ? അതിനനുസരിച്ചിട്ടായിരിക്കും അവർ അപ്പം അതൊരു ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളൊരു ഗുണമാണ്. ഇപ്പൊ ഇവിടെ വീണ്ടും നമുക്ക് വായിക്കാം. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സമാധിസ്തസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത സ്ഥിതധീ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. കിമാസീത വ്രജേത കിം. വായിക്കും വിരാജി. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. ഹരേ കൃഷ്ണ. സിമി മാതാജി. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. ഹരേ കൃഷ്ണ. പ്രഭു ഒരു 10 മിനിറ്റ് പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ. എന്തെടുക്കുന്നു? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. അർജുനൻ ചോദിച്ചു, അല്ലയോ കൃഷ്ണ, ദിവ്യ അവബോധസ്ഥിതനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തല്ല? അദ്ദേഹത്തിന്റെ ഭാഷ എന്ത്? സംസാരവും ഇരിപ്പും നടപ്പും എങ്ങനെയായിരിക്കും? ഭാവാർത്ഥം സിമി മാതാജി എന്ന് വായിക്കും. ഭാവാർത്ഥം പരിതസ്ഥിതികൾ അനുസരിച്ച് ഓരോരുത്തരിലും വെവ്വേറെ ലക്ഷണങ്ങൾ കാണും. കൃഷ്ണാവബോധമാർന്ന ആൾക്കും സംഭാഷണത്തിലും നടപ്പിലും ഇരിപ്പിലും വിചാരത്തിലും പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. ഒരാൾ ധനികനാണെന്നോ രോഗിയാണെന്നോ വിദ്വാനാണെന്നോ ലക്ഷണങ്ങളെ കൊണ്ട് മനസ്സിലാക്കാം. അതുപോലെ കൃഷ്ണാവബോധം ഉറച്ചവർക്കും പെരുമാറ്റത്തിൽ സവിശേഷ ലക്ഷണങ്ങളുണ്ട്. ഭഗവത്ഗീതയിൽ അവയെപ്പറ്റി പ്രതിപാദിക്കുന്നു. ഓരോരുത്തർക്കും അതിൽ നിന്നും തനിക്കുള്ള ലക്ഷണങ്ങൾ ഏതെല്ലാം എന്ന് ഗ്രഹിക്കാം. കൃഷ്ണാവബോധമാർന്ന ഒരാൾ എങ്ങനെ സംസാരിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം. എന്തെന്നാൽ ഏതൊരാളുടെയും വൈശിഷ്ട്യത്തിന്റെ മാനദണ്ഡം സംഭാഷണമത്രേ. സംസാരിച്ചു തുടങ്ങുമ്പോഴേ ഒരു വിഡ്ഢിയെ തിരിച്ചറിയാൻ കഴിയൂ എന്നൊരു പഴമൊഴിയുണ്ട്. മൗനിയായിരിക്കെ ഒരാളെ വിഡ്ഢിയെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്.
വിശേഷിച്ചും നല്ലവണ്ണം വസ്ത്രധാരണം ചെയ്ത ഒരു വിഡ്ഢിയെ. പക്ഷേ സംസാരിച്ചു തുടങ്ങിയാൽ ഉടനെ ആ രഹസ്യം വെളിപ്പെടും. കൃഷ്ണാവബോധമാർന്നവരുടെ മുഖ്യ ലക്ഷണം അവർ കൃഷ്ണനെക്കുറിച്ചും കൃഷ്ണാവ് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും മാത്രം സംസാരിക്കുന്നു എന്നതാണ്. താഴെ വിവരിക്കും പ്രകാരം മറ്റു ലക്ഷണങ്ങളും തനിയെ വന്നുകൊള്ളും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ ഇവിടെ ആ സംസാരത്തിന്റെ ലക്ഷണം വളരെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ചിലരൊക്കെ വലിയ ആഢ്യത്വമായിട്ട് വേഷം ധരിച്ചു വരും, പക്ഷെ അവരുടെ വായ തുറന്നുമ്പോഴായിരിക്കും നമുക്ക് അറിയുന്നത്. ചിലരുടെ വീട്ടിൽ പോയി എത്ര ഭയങ്കര കുലീനമായിട്ടായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷെ ആഹാരം കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ആഹാരം കഴിക്കുന്ന രീതി കാണുമ്പോൾ അറിയാം ആ കുലീനത്വം ആ ഡ്രസ്സിൽ മാത്രമേ. സംസാരത്തിൽ ആ കുലീനത്വം നമുക്ക് കാണാൻ പറ്റത്തില്ല, പ്രവൃത്തിയിൽ കാണാൻ പറ്റത്തില്ല, കുടുംബത്തിൽ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. ഇതൊക്കെ ഒന്ന് നമ്മൾ പറയും കുടുംബത്തിൽ പിറക്കണമെന്ന് പറയും. ഇത് ഈ മറ്റൊന്നുമല്ല കുടുംബത്തിൽ പിറക്കണമെന്ന് പറയുന്നത്. ആത്മീയമായ രീതിയിൽ വളർന്നു വരുന്ന ഒരു കുടുംബത്തിൽ പിറന്നു കഴിഞ്ഞാലേ ഫസ്റ്റ് ആ വൃത്തി എന്നൊരു സംഭവം ഉണ്ടാവും. രണ്ട്, മിതത്വമായ സംഭാഷണം, ആരോടും വലിയ ദേഷ്യപ്പെടാതെ നല്ല രീതിയിൽ സംസാരിക്കുന്നത്, ഇതൊക്കെ ഒരു ഭക്തന്റെ ലക്ഷണമാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. വരുന്നുള്ള ശ്ലോകങ്ങളെല്ലാം അതേക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പം ആഢ്യത്വം ആണ് നമുക്ക് പ്രധാനം. അത് ഇനി നമുക്കും സമൂഹത്തിനോട് പ്രതിബദ്ധതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം കഴുത്തിലെ മാല കാണുമ്പം അല്ലെ കണ്ടിമാലയെ കാണുമ്പം ഹരേകൃഷ്ണയാണോ എന്ന് ചോദിക്കുമ്പം നമുക്കും തിരിച്ച് ഒരു പ്രതിബദ്ധതയുണ്ട്. എന്താണ്? നമ്മളും ആ രീതിയിൽ സമൂഹത്തിൽ ഇടപെടാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് കേട്, നമ്മുടെ പ്രസ്ഥാനത്തിന് കേട്. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. ശ്രീഭഗവാനുവാച പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. ശബ്ദാർത്ഥം ശ്രീ റൂപാദ കീ ജയ്. ശ്രീ ഭഗവാൻ ഉവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, പാർത്ഥ, അല്ലയോ പാർത്ഥ, ആത്മാവിൽ തന്നിൽ, ആത്മനായേവ പരിശുദ്ധമായ മനസ്സാൽ തന്നെ, തുഷ്ടക സന്തുഷ്ടനായിട്ടും, യാതൊരിക്കൽ, മനോഗതങ്ങളായ, സർവാൻ കാമാൻ എല്ലാ കർമ്മങ്ങളെയും, പ്രജഹാതി നല്ലവണ്ണം ത്യജിക്കുന്നുവോ, തഥാ അപ്പോൾ, സഹ അവൻ, സ്ഥിതപ്രജ്ഞൻ എന്ന് ഉച്യതേ പറയപ്പെടുന്നു. അപ്പം ആരാണ് സ്ഥിതപ്രജ്ഞൻ എന്നാണ് അടുത്തത് പറയുന്നത്. അപ്പം അർജുനൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അങ്ങോട്ട് ഇതും കൂടെ വായിച്ചതിന് ശേഷം പറയാം അർജുനൻ ആകെ എത്ര ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെ വീണ്ടും ആവർത്തനത്തോടെ ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാർത്ഥ, മനകൽപ്പിതങ്ങളാലുണ്ടായ നാനാവിധത്തിലുള്ള ഐന്ദ്രിയ കാംക്ഷകളെ ത്യജിക്കുന്നതോടൊപ്പം മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ആത്മാവിൽ തന്നെ സംതൃപ്തി കൊള്ളുകയും ചെയ്യുമ്പോൾ ഒരാൾ സ്ഥിതപ്രജ്ഞ എന്ന് പറയപ്പെടുന്നു. മനസ്സിനെ അനാവശ്യമായ ചിന്തകളിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ കഴിയുന്നവൻ. മറ്റ് ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല. അനാവശ്യമായ നമുക്ക് ആവശ്യമായ ചിന്തകൾ മാത്രം ഉണ്ടാകാൻ പാടില്ല. പിന്നെ നമുക്ക് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് സന്തോഷിക്കാൻ ഉള്ള മനസ്സ്, ഇത് രണ്ടും വരുമ്പോൾ ഏകദേശം സ്ഥിതപ്രജ്ഞൻ എന്ന് പറയും. അപ്പം അങ്ങനെ വരുമ്പോൾ അവനെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയും. ഇത്തിരി പ്രയാസമാണ് പല കാര്യങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കണ്ടു കഴിഞ്ഞ് നമുക്കറിയാൻ പറ്റും. എപ്പോഴും ഉള്ളതിൽ സംതൃപ്തി ആവത്തില്ല. ജീവിക്കാനുള്ള ചുറ്റുപാടുകളുണ്ട്, ആഹാരം കഴിക്കാനുള്ള ചുറ്റുപാടുകളുണ്ട്, പക്ഷെ എപ്പോഴും മനസ്സ് ഒരു തൃപ്തിയില്ലാത്തതുപോലെ ഇരിക്കും. ഇത് എങ്ങനെ തൃപ്തിയില്ലാത്തതുപോലെ ഇരിക്കുന്നത്? മറ്റുള്ളവർ ജീവിക്കുന്ന ശൈലി കണ്ടിട്ട്, അല്ലെങ്കിൽ
അത് കണ്ടിട്ടുള്ളൊരു തൃപ്തി ഇല്ലായ്മയാണ്. മരിച്ചുപോയവരെ കുറിച്ച് പറയാൻ പാടില്ല, എങ്കിലും ചില കാര്യങ്ങൾ ഓർമ്മ വരുമ്പം പറയേണ്ടതാണ്. നമുക്കറിയാവുന്ന ഒരു പ്രായമായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അടുത്ത വീട്ടിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ അറിയുന്നത് വരെ ഉറക്കം വരത്തില്ല. ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കും. അത് മാത്രമല്ല, തൻ്റെ വീട്ടിലും അത് തന്നെ എപ്പോഴും വേണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ ആവശ്യത്തിനെല്ലാം ഉണ്ട് താൻ. ഇപ്പം അവസാനം എന്താ, മനസ്സിന് ഒരു സമാധാനം കൊടുക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം അവർക്ക് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് മറ്റുള്ളവർക്കല്ല പ്രശ്നം വരുന്നത്, അവർക്ക് തന്നെയാണ് പ്രശ്നം വരുന്നത്. അവർക്ക് അനാവശ്യമായ അനാരോഗ്യം കൂടും. ആരോഗ്യമില്ലാത്തൊരു സ്ഥിതിയിലേക്ക് ഇതിനെ കൊണ്ടു ചെന്നെത്തിക്കും. ഇവിടെ പറയുകയാണ്, ശ്രീ ഭഗവാൻ ഉവാച പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദുച്യതേ. സിമി മാതാജി ചൊല്ലിക്കൊള്ളൂ. ശ്രീ ഭഗവാനുവാച പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദുച്യതേ. മീരാജി ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദുച്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദുച്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാർത്ഥ, മനകൽപ്പിതങ്ങളാൽ ഉണ്ടാകുന്ന നാനാവിധത്തിലുള്ള ഐന്ദ്രിയ കാംക്ഷകളെ ത്യജിക്കുന്നതോടൊപ്പം മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ആത്മാവിൽ തന്നെ സംതൃപ്തി കൊള്ളുകയും ചെയ്യുമ്പോൾ ഒരാൾ സ്ഥിതപ്രജ്ഞ എന്ന് പറയപ്പെടുന്നു. വിരാജിയുടെ മലയാളം ഉണ്ടോ? ഇല്ല. മലയാളം ഉണ്ടോ? ഇല്ല. മലയാളം ഞാൻ എത്തിക്കാം. ഭാവാർത്ഥം സിമി മാതാജി ഒന്ന് വായിച്ചോളൂ. ഭാവാർത്ഥമായി ശ്രീല പ്രഭുപാദ്, ജയ ശ്രീല പ്രഭുപാദ്. കൃഷ്ണാവബോധമാർന്ന അഥവാ ഭഗവത് സേവന നിരതനായവന് മഹർഷിമാർക്കുള്ള ഗുണങ്ങളെല്ലാം ഉണ്ട്. ആ സമുത്കൃഷ്ട നിലയിൽ എത്താത്തവർക്കാകട്ടെ കപോല കൽപ്പിതങ്ങളായവയെ ആശ്രയിച്ച് ജീവിക്കുന്നത് കൊണ്ട് ആ യോഗ്യതകൾ ഉണ്ടാവില്ല താനും എന്നാണ് ഭാഗവതം തറപ്പിച്ചു പറയുന്നത്. എല്ലാവിധ ഇന്ദ്രിയ തൃഷ്ണകളെയും മനകൽപ്പിതങ്ങളാകയാൽ ഉപേക്ഷിക്കണമെന്ന് തുടർന്ന് വ്യക്തമാക്കുന്നു. കൃത്രിമോപായങ്ങൾ കൊണ്ട് ഇന്ദ്രിയ ചേതനകളെ തടയാനാവില്ല. കൃഷ്ണാവബോധത്തിൽ മുഴുകി പ്രവർത്തിക്കുമ്പോൾ യാതൊരു പ്രയത്നവും കൂടാതെ തന്നെ ഇന്ദ്രിയാസക്തി നിലച്ചു പോകും. അതുകൊണ്ട് മടി കൂടാതെ ഏവരും കൃഷ്ണാവബോധത്തോടെ ജീവിക്കുകയാണ് വേണ്ടത്. ഭക്തിപരമായ സേവനം ആരെയും വേഗത്തിൽ അതീന്ദ്രിയ പ്രജ്ഞാതലത്തിലേക്ക് ഉയരാൻ സഹായിക്കും. പൂർണ്ണ വികാസം ആർജിച്ച ആത്മാവ് താൻ ഭഗവാന്റെ നിത്യദാസനാണെന്ന് സാക്ഷാത്കരിച്ച് സ്വയം തൃപ്തനാകുന്നു. അതീന്ദ്രിയ അവസ്ഥയിലുള്ള ഒരാൾക്ക് നിസ്സാരമായ ഭൗതിക തൃഷ്ണകളിൽ താല്പര്യമുണ്ടാവില്ല. ശ്രീ ഭഗവാന്റെ നിത്യദാസൻ എന്ന അവസ്ഥയിൽ പരമസന്തുഷ്ടനായിരിക്കും അദ്ദേഹം. ഹരേ കൃഷ്ണ. ഇപ്പം വേറെ എന്തൊക്കെ ഭക്തി ഉണ്ടാകട്ടെ, ബോധമുണ്ടാകട്ടെ, എന്ത് ഭക്തി ഉണ്ടാകട്ടെ, എല്ലാവരും ഭഗവാനെ വിളിക്കുന്നവരായി. ഒരു തരത്തിലല്ല മറ്റൊരു തരത്തിൽ ഈശ്വരനെ വിളിക്കുന്നവരാണ്. ആരും ഭക്തരല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ദ്രിയങ്ങളെ, ഒരു കാര്യം സ്പഷ്ടമാണ്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ അത് കൃഷ്ണാവബോധത്തിന്റെ ആ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതിന് യാതൊരു സംശയമില്ല. കാര്യം മറ്റ് പ്രാർത്ഥനകളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ആഗ്രഹ പൂർത്തിക്ക് വേണ്ടിയിട്ടാണ്. ശരിയല്ലേ? ശരിയോ തെറ്റോ? ആണ്. അപ്പൊ അങ്ങനെ വരുമ്പം ഒരാഗ്രഹം തീരുമ്പം വീണ്ടും അടുത്ത ആഗ്രഹം. ആഗ്രഹങ്ങൾ വേണ്ടെന്നല്ല പറയുന്നത്, ആഗ്രഹങ്ങൾ വേണം. ഭൗതികമായ ആഗ്രഹവും വേണം തീർച്ചയായിട്ടും. പക്ഷേ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. മാത്രമല്ല
ആഗ്രഹങ്ങൾ അതിര് കവിഞ്ഞു പോകുമ്പം അത് പൂർത്തീകരിക്കാതിരിക്കുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ടൊരു വിഷമം വരും. ആ വിഷമത്തിൽ നിന്ന് നമുക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വന്നുകൊണ്ടേയിരിക്കും. മനസ്സ് പ്രക്ഷുബ്ധമായിക്കൊണ്ടേയിരിക്കും. ഒരുപക്ഷെ അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തുമ്പം എന്താ പറയുന്നത്, മൂകനായി പോകും. മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിൽ, ആരോടും മിണ്ടാതെ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ എത്തിച്ചേരും. അപ്പം ഭഗവാനെ വിളിച്ച്, ഭഗവാന്റെ നിത്യദാസനാണ്, ഈ ചെയ്തു തരുന്നതെല്ലാം ഭഗവാനാണ്, ഉപകാരമെല്ലാം ഭഗവാനാണ് ചെയ്തു തരുന്നത്, എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റേതാണ്. ഇത്തിരി പ്രയാസങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അനുഗ്രഹിക്കാൻ ഭഗവാന് കഴിവുണ്ടെങ്കിൽ ഈ പ്രയാസങ്ങളെ മാറ്റാനും ഭഗവാന് കഴിവുണ്ടാകും എന്നുള്ളൊരു അചഞ്ചലമായ വിശ്വാസമാണ്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് സിമി മാതാജി എന്തെങ്കിലും പറയാനുണ്ടോ? കണ്ടിന്യൂഷൻ ആയിട്ട് പോകുന്നതിന് മുമ്പ് ഹരേ കൃഷ്ണ മാതാജി പറഞ്ഞോളൂ. മാതാജി എന്തെങ്കിലും അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്താണ്? ഹരേ കൃഷ്ണ. അപ്പോൾ സിമി മാതാജി എടുത്തുള്ളൂ 12-ാമത്തെ അധ്യായം 2-ാമത്തെ ശ്ലോകം എടുത്തു. ഇതിന്റെ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങളും എങ്ങനെയാണ്, ഇപ്പം ഭഗവാന്റെ നിത്യദാസനാണെന്നാണ് ഇവിടെ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ നിത്യദാസൻ എങ്ങനെയാണ് അതിന്റെ ലക്ഷണമെന്നും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നും ഒക്കെ കൃത്യമായിട്ട് 12-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകത്തിൽ വരുന്നുണ്ട്. എടുത്തോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുധീർ പ്രഭു ഹരേ കൃഷ്ണ. 12:2 വായിച്ചോളൂ. ശ്രീ ഭഗവാനുവാച മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോ ഭേദാത് തേ മേ യുക്തതമാ മദാഃ. അർത്ഥം കൂടെ, വിവർത്തനം കൂടെ. പരമദിവോത്തമ പുരുഷൻ പറഞ്ഞു, എന്റെ വ്യക്തി രൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് അതീന്ദ്രിയ ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവരാണ് ഏറ്റവും പരിപൂർണതയുള്ളവരെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ഈ നോട്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് അർജുനൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അർജുനൻ ഉവാച, അർജുനൻ ചോദിച്ചു, എല്ലാ സമയവും അങ്ങയുടെ ഭക്തി സേവനത്തിൽ തന്നെ ഉചിതമായി ഏർപ്പെട്ടു പോരുന്നവരോ അതോ പ്രത്യക്ഷമല്ലാത്ത അവ്യക്തഗത ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരോ ആരാണ് കൂടുതൽ പരിപൂർണതയുള്ളവർ? അതായത് ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറയാം. ബ്രഹ്മം എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരാണോ അതോ അങ്ങയെ ഉപാസിക്കുന്നവരാണ്? ഏതാണ് ഭക്തിയുടെ പരിപൂർണത എന്ന് അർജുനൻ ചോദിക്കുകയാണ്. അർജുനൻ ചോദിക്കുന്നതിന് ഭഗവാൻ നേരിട്ട് മറുപടി കൊടുക്കുകയാണ്, എൻ്റെ വ്യക്തി രൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച്. ഇപ്പം ഇവിടെ സംശയം മാറുന്നുണ്ടല്ലോ. എൻ്റെ വ്യക്തി രൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് അതീന്ദ്രിയമായ ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവരാണ് ഏറ്റവും പരിപൂർണതയുള്ളവരെന്ന് ഞാൻ കരുതുന്നു. ഭഗവാൻ തന്നെ പറയുകയാണ്. ഈ ഒരു ശ്ലോകം ബ്രഹ്മോപാസന കൊണ്ട് നടക്കുന്നവർ പറയത്തില്ല. ഭഗവത്ഗീതയിലെ എല്ലാ ശ്ലോകവും ചൊല്ലും, ഈ ശ്ലോകത്തെ ബൈപ്പാസ് ചെയ്യും. മനഃപൂർവ്വം ഈ ശ്ലോകം ചൊല്ലത്തില്ല. കാര്യം അത് അങ്ങോട്ട് വിശ്വസിക്കാൻ പ്രയാസമാണ്. പിന്നെ ഭഗവത്ഗീത പഠിച്ചിട്ടെന്താ കാര്യം? ഇവിടെ പറയുന്നു, ഭഗവാനെ തന്നെ, ഭഗവാന്റെ ഈ ദിവിജ രൂപത്തിൽ തന്നെ ഭഗവാനെ ആരാധിക്കണമെന്ന് പറയും. ഇനി അതിന്റെ കണ്ടിന്യൂഷനായിട്ട് അതേ അധ്യായത്തിലെ ഗോവിപ്രഭു ഹരേ കൃഷ്ണ 13-14 ശ്ലോകം കൂടെ ചൊല്ലു സുധീർ പ്രഭു. 13-14 ശ്ലോകം മീരാജിക്ക് ചൊല്ലാൻ പറ്റുമല്ലോ. 12-ാമത്തെ അധ്യായത്തിലെ 13-14 ഒരു വൈഷ്ണവന്റെ ലക്ഷണങ്ങൾ, അതായത് കൃഷ്ണാവബോധത്തിൽ എത്തിയവന്റെ ലക്ഷണമാണ് കണ്ടിന്യൂഷനായിട്ട് വീണ്ടും പറയുന്നത്. 12-ാമത്തെ അധ്യായത്തിലെ 13-14 ശ്ലോകം. അദ്വേഷ്ട സർവഭൂതാന, അതാണോ? അതെ അതെ. അദ്വേഷ്ട സർവഭൂതാന മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യദാ തമദൃഢ നിശ്ചയഃ മയ്യർപ്പിതമനോ ബുദ്ധിർ യോ മേ ഭക്തസമേ പ്രിയഃ. ഹരേ കൃഷ്ണ. അപ്പം നേരത്തെ ചോദിച്ചു, സ്ഥിതപ്രജ്ഞൻ ആരാണ്? സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? അതായത് കൃഷ്ണാവബോധത്തിൽ എത്തിയിരിക്കുന്നവരാണ് സ്ഥിതപ്രജ്ഞൻ.
എന്തുകൊണ്ടാണ് കൃഷ്ണാബോധത്തിൽ എത്തിയിരിക്കുന്ന സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്? ഇന്ദ്രിയമായ കാംക്ഷകളെ, അതായത് കാമാസക്തിയെ അതിജീവിച്ചവനാണ്. അങ്ങനെ വരുമ്പം ആ വൈഷ്ണവന്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് 12-ാം അധ്യായത്തിൽ വീണ്ടും പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം ശ്യാമസ്മിത മാതാജി ഹരേ കൃഷ്ണ എത്തി, സ്വാഗതം. അതിൻ്റെ അർത്ഥം സുധീർ പ്രഭു ഒന്ന് വായിച്ചുള്ളൂ. വിവർത്തനം. മാത്സര്യം കൂടാതെ സർവ്വ ജീവസത്തകളും സുഹൃത്തായി ഒന്നിലും അവകാശബോധവും മിഥ്യാഹങ്കാരവും ഇല്ലാതെ സുഖദുഃഖങ്ങളിൽ സമനില കൈക്കൊണ്ട് ക്ഷമാശാലിയായും സദാ സംതൃപ്തനായും നിയന്ത്രിതാത്മാവായും മനസ്സും ബുദ്ധിയും എന്നിലുറപ്പിച്ച് ദൃഢനിശ്ചയത്തോടെ ഭക്തിയുടെ സേവനമനുഷ്ഠിക്കുന്ന എൻ്റെ ഭക്തർ എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ്. ഹരേ കൃഷ്ണ. അപ്പൊ മനസ്സിലായല്ലോ ഒരു വൈഷ്ണവന്റെ ക്വാളിറ്റി എന്താണ്, അല്ലെങ്കിൽ ഒരു സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ എന്താണ്, കൃഷ്ണാബോധത്തിൽ എത്തിയിരിക്കുന്നവന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്. ഇത് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നത്. അത് സ്ട്രൈക്ക് ചെയ്തിരിക്കുകയാണ് എപ്പോഴും പരീക്ഷിത് മഹാരാജാവിന്. പരീക്ഷിത് മഹാരാജാവ് ഉത്തരയുടെ ഗർഭത്തിൽ പരീക്ഷിത് മഹാരാജാവിന് സംരക്ഷണ കിട്ടി. അതേസമയം തക്ഷകന്റെ ദംശമേറ്റ് മരിക്കുമെന്നുള്ളത് മഹർഷിയുടെ പേരെന്തായിരുന്നു? ശൃംഗി മഹർഷിയുടെ മകൻ ശപിച്ചു. അപ്പോൾ പരീക്ഷിത് മഹാരാജന് വേണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അടുത്ത്, ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണ്, ചെന്ന് ചോദിക്കാം, ഈ ശാപം മാറ്റിത്തരണം, ഞാൻ അങ്ങയുടെ ഭക്തനല്ലേ, കുറച്ച് വർഷം കൂടി എനിക്ക് ജീവിക്കണമെന്ന് പറയാമായിരുന്നു. പക്ഷേ പരീക്ഷിത് മഹാരാജാവ് എന്താ ചിന്തിച്ചത്? എന്നെ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ സംരക്ഷിച്ചു, എനിക്ക് ഇത്രയും നാൾ ജീവിക്കാനുള്ള അവസരവും തന്നു, നല്ല രീതിയിൽ ഭഗവാന്റെ ഭക്തനായി. ഇപ്പം ഈ മുനിയുടെ ശാപം എനിക്ക് കിട്ടേണ്ടി വന്നു. തീർച്ചയായിട്ടും എന്നെ സംരക്ഷിച്ചിരുന്ന ഭഗവാന് ഇതിനും എന്തെങ്കിലും ഒരു കാരണം കാണും. അല്ലെന്നുണ്ടെങ്കിൽ ഈ ശാപത്തെ ഭഗവാന് തന്നെ എടുത്ത് കളയാൻ പറ്റുമായിരുന്നു. ഈ ഒരു സ്ഥിര ബുദ്ധി. അപ്പൊ ഇനി എന്താണ് ഈ ഉള്ള ദിവസങ്ങളിൽ ചെയ്യാൻ വേണ്ടത്? അപ്പം നിത്യദാസനാണ് എന്ന ബോധം പരീക്ഷിത് മഹാരാജാവിന് ഉണ്ടാവുകയും, എങ്ങനെ ഉണ്ടായി? ശൗനകാദി മഹർഷികളെ കണ്ട് ചോദിക്കുന്നു. ഇതേപോലുള്ള അപ്പം ഭഗവത്ഗീതയിൽ എടുത്തു കഴിഞ്ഞാലും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നമുക്കും ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയണം. ന്യായമായ ചോദ്യങ്ങൾ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകണം. ആ ചോദ്യങ്ങളുടെ ഫസ്റ്റ് ചോദ്യം, ഞാൻ ആരാണ്? അല്ലെങ്കിൽ എൻ്റെ കർത്തവ്യം എന്താണ്? എന്തുകൊണ്ട് ഞാനിവിടെ ജനിച്ചു? ഭഗവത്ഗീതയിൽ അർജുനൻ എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്? ഹരേ കൃഷ്ണ. എത്ര ചോദ്യങ്ങളാണ് അർജുനൻ ഭഗവത്ഗീതയിൽ ചോദിച്ചത്? നമ്മൾ ഭഗവാനെ കുറിച്ച് എത്ര ചോദ്യങ്ങൾ ജീവിതത്തിൽ ചോദിച്ചു? എത്ര ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ കണ്ടെത്തി? ഈ കണ്ടെത്തിയിട്ട് ശേഷം നമ്മുടെ ലൈഫ് എങ്ങനെ ആയിരുന്നു? ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇനിയെങ്കിലും ചിന്തിക്കണം. ഞാൻ ഉൾപ്പെടെ, ഞാനും ചിന്തിച്ചിട്ടില്ല. ഇനിയാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ഇവിടെ എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഭഗവത്ഗീതയിൽ അർജുനൻ കൃഷ്ണനോട്? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നേരത്തെ എപ്പോഴും പറയുന്നത്, ജീവിതത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു അർജുനൻ ആകണമെന്നുള്ളത്. ആ അർജുനന്റെ ക്വാളിറ്റി എങ്കിലും നമുക്ക് വേണം എന്നുള്ളത്. നിർണായക സമയത്തെല്ലാം ഭഗവാനെയാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. സംശയങ്ങളെല്ലാം ഭഗവാനോടാണ് ചോദിച്ചത്, വേറെ ആരോടും പോയി ചോദിച്ചിട്ടില്ല. അപ്പം നമ്മളും ചെയ്യേണ്ടത് ഒന്നുകിൽ ആത്മീയമായ സംശയങ്ങൾ, ഭൗതികമായതാകട്ടെ, ഒന്നുകിൽ ഭഗവാനോട് നേരിട്ട് ചോദിക്കണം. ആ ഭഗവാനെ നേരിട്ട് ചോദിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഭഗവാന്റെ ശിഷ്യന്മാരോട്, ഭഗവാന്റെ നേരിട്ടുള്ള ശിഷ്യന്മാരോട് ചോദിക്കണം. വെറുതെ ഭഗവത്ഗീത വായിച്ച് പഠിച്ചിട്ട് സംസാരിക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയാം, ഒരിക്കലും ഉത്തരം കിട്ടത്തില്ല. ഒരിക്കലും ഉത്തരം കിട്ടത്തില്ല. ഹരേ കൃഷ്ണ. സ്മിത മാതാജി ഹരേ കൃഷ്ണ. ഘനശ്യാം ഹരേ കൃഷ്ണ. എത്ര ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് അർജുനനോട്? പതിനാറ് ചോദ്യങ്ങളാണ് അർജുനൻ കൃഷ്ണനോട് ചോദിച്ചത്. എഴുതി വെച്ചേരെ, 16 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, കൃഷ്ണ അവബോധത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാളുടെ, ഡിവൈൻ കോൺഷ്യസ് ആണ് പറഞ്ഞത്, ദിവ്യ അവബോധത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാളുടെ മനോഭാവം എന്താ? ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്.
രണ്ടാമത്തെ അധ്യായത്തിലെ 54-ാമത്തെ ശ്ലോകമാണ്. കുറച്ച് നിർത്തിയിട്ട് ഞാൻ നിർത്താം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, വീണ്ടും സംശയം ചോദിക്കുകയാണ്. ഫലവത്തായ പ്രവൃത്തികളെക്കാൾ അറിവ് ശ്രേഷ്ഠമാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് എന്നെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? If you consider knowledge superior to fruitive works, then why do you ask me to wage this terrible war? എന്തിനാണ് എന്നെ ഘോരമായ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത്? 3-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകമാണ്. പിന്നെ വീണ്ടും നമുക്ക് പാപം ചെയ്യാൻ താല്പര്യമില്ല, എല്ലാവരോടും സ്നേഹമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അറിയാതെ ചിലപ്പം ചില പ്രവൃത്തികൾ ചെയ്തു പോകും, അത് പാപവുമായി. പരീക്ഷിത് മഹാരാജാവ് അറിഞ്ഞുകൊണ്ടല്ല ശിങ്കി മഹർഷിയുടെ കഴുത്തില് ചത്ത പാമ്പനെ എടുത്തിട്ടത്, മനഃപൂർവ്വമല്ല. അന്നേരം ഒരു തമാശ തോന്നി എടുത്തിട്ടു, അത് പാപമായിട്ട് മാറുകയും ചെയ്തു. ഇതുപോലാണ് നമ്മുടെ ജീവിതത്തിൽ അറിയാതെ ചെയ്യുന്ന കർമ്മങ്ങൾ പാപമായിട്ട് മാറും. അപ്പൊ ഇവിടെ അത് ചോദിക്കുകയാണ് അർജുനൻ, എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയെ ബലപ്രയോഗത്തിലൂടെ എന്ന പോലെ മനസ്സോടെ പോലും പാപപ്രവർത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? 3-ാമത്തെ അധ്യായത്തിന് 36-ാമത്തെ ശ്ലോകമാണ് ഉത്തരം പറയുന്നത്. 36 എഴുതി വെക്കണേ, 3.36. പിന്നെ വീണ്ടും അർജുനൻ കൃഷ്ണനോട് സംശയം ചോദിക്കുന്നു. അങ്ങ് വ്യവസാന ശേഷമാണ് ജനിച്ചത്, പിന്നെ എങ്ങനെ ഈ ശാസ്ത്രം ഞാൻ ആദ്യമായിട്ട് വിവസ്വാൻ ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുന്നു? അത് 4-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകമാണിത്. 5-ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, പ്രവൃത്തികളുടെ പരിത്യാഗത്തിന്റെ പാതയെ അങ്ങ് പ്രശംസിച്ചു, ഭക്തിയോടെ ചെയ്യുന്ന കർമ്മങ്ങളെ പ്രശംസിച്ചു. ഇതിൽ ഏതാണ് കൂടുതൽ പ്രയോജനകരമെന്ന് ദയവായി എന്നോട് പറഞ്ഞു തരണം. അപ്പം യു പ്രേസ്ഡ് ദ പാത്ത് ഓഫ് റിനൗൺസിയേഷൻ ഓഫ് ആക്ഷൻസ് ആൻഡ് അഗൈൻ യു പ്രേസ്ഡ് ദ വർക്ക് വിത്ത് ഡിവോഷൻ. ഇതിലേതാണ്? ഭയങ്കര കോൺട്രാഡിക്ഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിലേതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ചോദിക്കുന്നു. ഇത് 5-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകമാണ് വരുന്നത്, 5.1. ഞാനിടയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇട്ട് തരാം ഗ്രൂപ്പിൽ. പിന്നെ വരുന്നത് വീണ്ടും 6-ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഭഗവാനെ എപ്പോഴും ഒരാളുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും, പ്രക്ഷുബ്ധമായിരിക്കും, ധാർഷ്ട്യം നിറഞ്ഞതായിരിക്കും. ഇപ്പം ഇങ്ങനെയുള്ള മനസ്സിനെ നിയന്ത്രിക്കാൻ കാറ്റിനേക്കാൾ വേഗതയേറിയ മനസ്സിനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളത് 6-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. 7-ാമത്തെ ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞപ്പം നിർത്താം, അല്ലെ 8, ഇപ്പം പകുതി ക്വസ്റ്റ്യൻ ആവും. 7, വാട്ട് ഈസ് ദ ഫേറ്റ് ഓഫ് അൺസക്സസ്ഫുൾ യോഗി? അതായത് ഈ പാതയിൽ ഡിവോഷൻ പറഞ്ഞ ആത്മീയമായ പാതയിലേക്ക് വന്നു, പക്ഷേ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല, അതിൽ നിന്ന് വ്യതിചലിച്ചു പോയി. ഇപ്പൊ ചിലരൊക്കെ വരത്തില്ലേ, ഭക്തിയോടെ വരും, ആദ്യത്തെ കുറച്ച് നാളുകളിൽ ഭയങ്കര ഇമോഷൻ ആയിരിക്കും, ഹരേ കൃഷ്ണ മഹാമന്ത്രം ചാൻറ്റ് ചെയ്യുന്നുണ്ട്, എവിടെ പോയി കഴിഞ്ഞാലും കൂടെ പോകും, എവിടെ ക്ലാസ് ഉണ്ട് അവിടെ പോകും, ഒരു 10-100 ക്ലാസ്സിൽ പോകും, പിന്നെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കാണത്തുമില്ല. ഇങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. അപ്പം ഇവരുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? ഇവർ ടോട്ടലി ഫെയിലാണോ എന്നാ ചോദിക്കുന്നു. അങ്ങനെ പരാജയപ്പെട്ട യോഗ്യതയുടെ വിധി എന്തായിരിക്കും? 6-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ ശ്ലോകമാണ് ഇത് പറയുന്നത്. ഈ 8-ാമത്തെ ശ്ലോകം കൂടെ പറഞ്ഞ് ഇവിടെ നിർത്താം. എന്താണ് ബ്രഹ്മം? എല്ലാവരും ബ്രഹ്മവാദികളാണ്, കൂടുതലും ഭൂമിയിൽ ബ്രഹ്മവാദികളാണ് കൂടുതൽ, അവ്യക്തകതവാദികൾ. അപ്പം എന്താണ് ബ്രഹ്മം? എന്താണ് കർമ്മം? എന്താണ് അതിഭൂതം? എന്താണ് ആദിദൈവം? എന്താണ് അധിയജ്ഞൻ? മധുസൂദന എന്ന അഭിസംബോധന ചെയ്യുന്ന മധു എന്ന രാക്ഷസനെ കൊന്നവനെ, അതുകൊണ്ടാണ് അർജുനൻ വിശേഷിപ്പിക്കുകയാണ് മധുസൂദന. മരണസമയത്ത് അങ്ങയെ എങ്ങനെ സ്മരിക്കാൻ സാധിക്കും? ഇതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരണം. 8-ാമത്തെ അധ്യായത്തിൽ 1ഉം 2ഉം ശ്ലോകങ്ങളാണിത് പറയുന്നത്. അപ്പൊ ഇത്രയും 8 ക്വസ്റ്റ്യൻ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കണം. ഇല്ലെങ്കിൽ ഈ ചോദ്യം
നമ്മൾ പഠിക്കണം. ഈ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിതപ്രജ്ഞനായി. നമ്മുടെ ജീവിതത്തിൽ 100% വിജയവും കിട്ടി. ഹരേ കൃഷ്ണ. സുധീർ പ്രഭു, ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ പ്രഭു. എങ്കിലും ഈ ക്വസ്റ്റ്യൻ ഒക്കെ കേട്ടിട്ട്, നമ്മൾ വായിച്ച ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നമ്മളതൊരു ഒരു ഓർഡറിൽ നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചു കാണത്തില്ല, അല്ലേ? അങ്ങനെ നോക്കുന്നില്ലല്ലോ, അതിൽ ആഴത്തിലേക്ക് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടില്ല. ഞാൻ ഇറങ്ങിയിട്ടില്ല, ബാക്കി അറിയില്ല. ഈ 16 ചോദ്യമാണ് ഭഗവത്ഗീതയിലുള്ളത്. ഈ 16 ചോദ്യത്തിന്റെ ഉത്തരമാണ് ഭഗവത്ഗീത 700 ശ്ലോകമായിട്ട് കൊടുക്കുന്നത്. ഭാഗവത്തിൽ 6 ശ്ലോകം വരെ, അത് തന്നെ ഇവിടെ 16 ശ്ലോകങ്ങൾ ചോദിക്കുന്നു, അതിന് ഉത്തരം പോകാൻ പറയുന്നു. ഇറങ്ങിപ്പോവാൻ മടി കാണിക്കുന്നു, അതാണ് സത്യം. നമ്മുടെ എല്ലാം ഗതി ഇത് തന്നെയാണ്. എന്റെയും ഗതി ഇതിനെക്കാട്ടിയൊക്കെ ഏറ്റവും വലിയ, പറയുന്നെങ്കിൽ ഏറ്റവും വലിയ ഉഴപ്പനാണ് ഞാൻ. പ്രഭു അങ്ങനെയല്ല. അപ്പം ഒരു കീർത്തനം കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂഷൻ ആവാം. റെഡിയല്ലേ കമല? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത് തന്നെ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണമാണ്. നമ്മൾ എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും നമുക്ക് ഇന്ന് വെള്ളിയാഴ്ച 1 മണിക്കൂർ നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കാം. ഇതൊരു സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണമാണ്. ഞാൻ ഭംഗിവാക്ക് പറയുന്നതല്ല. അങ്ങനെ ഒരു സ്ഥിരമായിട്ടൊരു ബുദ്ധി ഇല്ല എന്നുണ്ടെങ്കിൽ, ആരുമില്ല, ഇപ്പൊ എന്ത് ചെയ്യും? നമ്മൾ വരുമ്പോൾ ആദ്യം മിരാജ് മാത്രമേ ഉള്ളൂ, ആരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതല്ല, ആരും ഇല്ല എന്നുള്ളതല്ല. നമ്മൾ 1 മണിക്കൂർ ഭഗവാനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഏറ്റവും കൂടുതൽ ഭഗവാൻ ഇഷ്ടം. സുഖപൂർവ്വടി അല്ലേ? ഹരേ കൃഷ്ണ. ഓക്കെ, വെരി ഗുഡ്. സ്റ്റാർട്ട് ചെയ്തു. ഇത്തിരിയും കൂടെ മൈക്ക് അടുത്തോട്ട് വെച്ചോളൂ. കേൾക്കുന്നുണ്ടപ്പ? വെരി ഗുഡ്. കേൾക്കുന്നുണ്ട്. വെരി ഗുഡ്. ഒരു മിനിറ്റ് പ്രഭു, ഞാൻ കൊണ്ടുവരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ഞാൻ പാടുന്ന ജഗന്നാഥ് അഷ്ടകമാണ്. വെരി ഗുഡ്. ഓക്കെ. കദാചിത് കാലിന്ദി തട വിപിന സംഗീത കരാവോ മുദാ ബീരി നാരി വദൻ കമല സദാ മാധൂപ രാമാ ശംഭു ബ്രഹ്മമര പതി ഗണേശാച്യുതപാദോ ജഗന്നാഥ സ്വാമി നയൻ പതഗാമി ഭവതു മേ. പൂജേ സവ്യവേനം ശിരസ് ശിഖി പിച്ചം കടിതാടേ ദുകൂലം നേത്രാന്തെ സഹ ചരകടാക്ഷം വിധാത്തെ സദാ ശ്രീമദ്വൃന്ദാവനം വസതി ലീലാ പരിചായോ ജഗന്നാഥ സ്വാമി നയൻ പതഗാമി
भवतु मे महाबोधिस्थिरे कनक रुचिरे नीलशिखरे वसन प्रासदान्त सहज बलपत्रेण पालिना सुभद्र मध्यस्थ सकलसुरा सेवावसरादो जगन्नाथ स्वामी नयन पथगामी भवतु मे कृपा पारवार सजलजलदशे निरुचिरो रमावाणी राम स्फुरद् अमलपङ्केरुहमुख सुरेन्द्ररात्य श्रुति गणशिखगीतचरितो जगन्नाथ स्वामी नयन पथगामी भवतु मे रथारूढो गच्छन् पथि मिलितभूदेव पटालै स्तुति प्रादुर्भावं प्रति पदम् उपाकर्ण्य सदया तया सिन्धुर्बन्धु सकल जगतां सिन्धु स्तुतया जगन्नाथ स्वामी नयन पथगामी भवतु मे परब्रह्म पीडकुवलयदलोत्फुल्ल नयनो निवासी नीलाद्रौ निहितचरणो नन्तशिरसि रसानन्दो राधा सरसवपुरालिङ्गन सुको जगन्नाथ स्वामी नयन पथगामी भवतु मे न वैयाचिराचं न च कनकमाणिक्यविभावम् न याचेऽहं रम्यां सकल जनकाम्यं वरवादुं सदा काले काले प्रमतपतिन गीतचरितो जगन्नाथ स्वामी नयन पथगामी भवतु मे हर त्वं संसारं द्रुततरं सारं सुरपाते हर त्वं पापानां विदतिमपरं यातव पाते अहो दीननाथे नितचरणो निश्चितं इदं जगन्नाथ स्वामी नयन पथगामी भवतु मे जगन्नाथ स्वामी नयन पथगामी भवतु मे कदाचित् कलिन्दी तट विपिन संगीतकरावो मुदाबिरि नारी वदन् कमला स्वता माधुप रमा शम्भु ब्रह्मामर पति गणेश
अर्चितपादो जगन्नाथस्वामी नयान् पथगामी भवतु मे. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജഗന്നാഥാഷ്ടകം പുണ്യം ചൊല്ലിക്കോളൂ. ജഗന്നാഥാഷ്ടകം പുണ്യം യപ്പടേ പ്രയാസ്. ജഗന്നാഥാഷ്ടകം പുണ്യം യഃ പഠേ പ്രയത ശുചിഃ സർവപാപവിശുദ്ധാത്മാ വിഷ്ണുലോകം സഗച്ഛതി. ഹരേ കൃഷ്ണ. ഈ 2 ലൈൻ കൊണ്ട് തന്നെ, ഹരേ കൃഷ്ണ, താങ്ക് യു, വളരെ നല്ലതായി, മനോഹരമായി. ഈ 2 ലൈൻ കൊണ്ട് തന്നെ ജഗന്നാഥാഷ്ടകത്തിന്റെ ആ ചൊല്ലുന്നതും കേൾക്കുന്നതിനും കൂടെ ഫലം നമുക്ക് മനസ്സിലായി. ജഗന്നാഥാഷ്ടകം പുണ്യം യ പഠേത് പ്രിയത ശുചി സർവ പാപ വിശുദ്ധാത്മ, എല്ലാ പാവങ്ങളും നമ്മളിൽ നിന്ന് പോകും. പിന്നെന്താ? വിഷ്ണു ലോകം സഗച്ഛതി, വിഷ്ണു ലോകം പ്രാപിക്കും. പിന്നെ നമുക്കൊരു ജന്മം ഉണ്ടാകത്തില്ല. ഹരേ കൃഷ്ണ. സന്തോഷം. ഷെയർ അങ്ങനെ. ഓക്കെ, ഹരേ കൃഷ്ണ. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക്, ചർച്ചകളിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. മീരാജി പറയൂ. ഇല്ല പ്രഭു, പ്രത്യേകിച്ചൊന്നുമില്ല. എങ്കിലും കമലയുടെ ജഗന്നാഥാഷ്ടകം വളരെ മനോഹരായി. എപ്പോഴും കമല പുതിയ പുതിയ രീതിയിലുള്ളതാണ് ചെല്ലാറ്, കേൾക്കാത്തതൊട്ട്. സന്തോഷം. പിന്നെ അതും ഒരു കീർത്തനം കേൾക്കുമെന്ന് തന്നെ മനസ്സിനൊരു ശാന്തിയാണ്. പിന്നെ നമ്മൾ വായിച്ച ശ്ലോകങ്ങളിലെ പറ്റി എന്ത് പറയുന്നു? സുധീർ പ്രഭു. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. വളരെ നല്ലതായി, കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. എങ്കിലും എന്തൊക്കെയാണ്? ചാറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ ജഗന്നാഥാഷ്ടം? ഓക്കെ. ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾക്ക് അങ്ങനെ അറിയുന്നില്ലല്ലോ ആക്ച്വലി. അതെ, നമ്മളതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, ജസ്റ്റ് വായിച്ചു പോകുന്നു. അതെ, അത് നല്ല കാര്യം. അതിനിടയ്ക്ക് തന്നെ റിലേഷൻ ഞാൻ കോട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവാം ഇങ്ങനെ ക്വസ്റ്റ്യൻസ്, അതിന്റെ ഉത്തരം അവിടെ ഉണ്ട്, അത് എന്താണെന്നുള്ളത്. ചെറിയൊരു ആസ്ട്രോളജിക്കൽ ബുക്ക് കൂടിയാണ് ഭഗവത്ഗീത വരുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കിന്റെയും സൊല്യൂഷൻ ഇതിനകത്തുണ്ട്. പിന്നെ സിമി മാതാജി പറഞ്ഞു. സിമി മാതാജി എടുത്താൽ എക്കോ വരുന്നുണ്ടേ. ഓക്കെ, പറഞ്ഞോളൂ മാതാജി. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടുതരാം, ഗ്രൂപ്പിലോട്ട് ഇട്ടുതരാം തീർച്ചയായിട്ടും. അപ്പൊ ഈ 16 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവത്ഗീത മുഴുവൻ നമ്മൾ പഠിച്ചു. ഹരേ കൃഷ്ണ. ഗോപിനാഥ് പ്രഭു, ഹരേ കൃഷ്ണ. എത്തിയോ? സ്ഥലത്ത് ഉണ്ടോ? ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ പ്രഭു. ശരിക്കും ക്വസ്റ്റ്യൻ കേട്ടില്ല പ്രഭു, ഞാൻ ജസ്റ്റ് വന്നു പ്രഭുവിന്റെ ക്ലാസ് ജസ്റ്റ് കയറി. അതായത് ജഗന്നാഥാഷ്ടം ജഗന്നാഥാഷ്ടമാണ് കേട്ടത്. വളരെ വളരെ ഭംഗി. അത്രയും വളരെ സന്തോഷം. പറയണ ഏറ്റവും അവസാനം പറയുന്നുണ്ട്, ജഗന്നാഥാഷ്ടം കേട്ടാൽ തന്നെ വിഷ്ണുലോകത്തിലെത്തുന്നുള്ളത്. അങ്ങനെ അതാണ് ഏറ്റവും ഞാൻ മുൻപായിട്ട് ചോദിച്ചത്, ഞാൻ 16 ചോദ്യങ്ങൾ, അർജുനന്റെ 16 ചോദ്യങ്ങളുണ്ട് ഭഗവത്ഗീതയിൽ. ആ 16 ചോദ്യങ്ങളിൽ 8 ചോദ്യമാണ് നമ്മൾ വായിച്ചത്. ആ 8 ചോദ്യം ഏതൊക്കെ അധ്യായത്തിൽ ഏതൊക്കെ ശ്ലോകത്തിലാണ് അർജുനൻ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സംസാരിക്കാൻ കാരണം. നമ്മൾ 2-ാമത്തെ അധ്യായത്തിലെ 54-55 സിദ്ധപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് അർജുനൻ ചോദിക്കുക. അപ്പം ഏതൊരു മനുഷ്യനും ചോദ്യങ്ങൾ ഉണ്ടെങ്കിലേ ഉത്തരങ്ങൾ കാണത്തുള്ളൂ.
ആ ഉത്തരത്തിലൂടെ പോയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ ഇതിന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും പറ്റുകയുള്ളൂ. സുധീർ പ്രഭു പറഞ്ഞതിൻ്റെ കൂട്ട് നൈമിഷാരണ്യ വനത്തില് കൂടിയ ശൗനകാദി മഹർഷികളോട് 6 ചോദ്യങ്ങളാണ് ചോദിച്ചത്, അല്ലേ സുധീർ പ്രഭു? 6 ചോദ്യങ്ങൾ. പ്രഥമ സ്കന്ധത്തിൽ തന്നെ ഈ 6 ചോദ്യങ്ങളുണ്ട്. ഈ 6 ചോദ്യങ്ങളുടെ ഉത്തരമാണ് പിന്നീട് വന്നിട്ടുള്ള ആ 12 സ്കന്ധവും, ഇല്ലേ? അതെ. അപ്പം ഈ ചോദ്യങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ, നമ്മൾ വായിച്ചു പോകുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടെന്നറിയാം. ഈ ഉത്തരം നമ്മൾ അറിയേണ്ടവനാണ്, നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ആ പഠിച്ചിരിക്കുമ്പോൾ ജീവിതത്തിൽ നമുക്ക് അത് എവിടെയെങ്കിലുമൊക്കെ ഗുണം ചെയ്യും. ഇപ്പൊ തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 13ഉം 14ഉം മത്സര്യം കൂടാതെ സർവ്വജീവസത്തുക്കൾക്കും സുഹൃത്തായി, ഒന്നിലും അവകാശബോധവും നിത്യഹങ്കാരവും ഇല്ലാതെ സുഖദുഃഖങ്ങളിൽ സമനില കൈക്കൊണ്ട് ക്ഷമാശാലിയായും സദാ സംതൃപ്തനായും നിയന്ത്രിതാത്മാവായും മനസ്സും ബുദ്ധിയും എന്നിൽ ഉറപ്പിച്ച് ദൃഢനിശ്ചയത്തോടെ ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്ന എൻ്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ്. ഇത് പഠിച്ചിട്ട് കാര്യമില്ല. കാര്യം ഭൗതിക ജീവിതത്തിൽ നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും സ്വാഭാവികമായും നമുക്ക് ഇതിനകത്തൊക്കെ വ്യതിചരിക്കേണ്ടി വരും. അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള കണക്ഷനാണ് ഹരേകൃഷ്ണ മഹാമന്ത്ര ജപം. ആ മന്ത്രജപം ജപിക്കുമ്പോഴത്തേന് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ശ്യാമസ്മിത ദേവിദാസി മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കമലയുടെ ജഗന്നാഥാഷ്ടകം കേട്ടു, വളരെ നന്നായിട്ടുണ്ട്. പുതിയ ട്യൂണാണ് വീരാജി പറഞ്ഞ പോലെ, കേൾക്കാൻ പറ്റി, സന്തോഷം. വേറൊന്നുമില്ല പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. തീർച്ചയായിട്ടും അടുത്ത വെള്ളിയാഴ്ച ഈ ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ എല്ലാവരും ഒന്ന് വായിച്ചിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ 2ാമത്തെ അധ്യായം നമ്മൾ തീരാറായിട്ടുണ്ട്. 2ാമത്തെ അധ്യായത്തിൽ ഏതൊക്കെ ശ്ലോകമാണ് കാണാതെ നിശ്ചയമായും കാണാതെ പഠിച്ചു വെച്ചിരിക്കേണ്ടതെന്നുള്ളത് അടുത്ത ആഴ്ച പറയാം. ഓരോ അധ്യായത്തിലും കുറച്ച് ശ്ലോകമേ കാണൂ, 4ഓ 5ഓ ശ്ലോകമേ കാണത്തുള്ളൂ. അത് കൃത്യമായിട്ടും കാണാതെ പഠിച്ചു വെച്ചിരിക്കണം, ബൈഹാർട്ടായിട്ടിരിക്കണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ എവിടെയും എല്ലാവരോടും ഭഗവത്ഗീത പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ സംസാരിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഇത്രയേ ഉള്ളൂ. 16 ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ. പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ പഠിക്കുക, ഇതിനെക്കുറിച്ച് പ്രഭുപാദർ എന്തെന്ന് പറയുക, പിന്നെ അത് നമ്മളിൽ തന്നെ റിവ്യൂവും ചെയ്യുക. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അച്ഛനമ്മമാർക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഒരിക്കൽ കൂടി 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം. സ്മിത മാതാജി. एकं शास्त्रं देवकी पुत्रगीतम्, एको देवो देवकी पुत्र एव, एको मन्त्र तस्य नामानि यानि, कर्माभिः एकं तस्य देवस्य सेवा. त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देव. कृष्णाय वासुदेवाय हरये परमात्मने, प्रणतक्लेशनाशाय गोविन्दाय नमो नमः. कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः. वसुदेवसुतं देवं कंसचाणूरमर्दनं, देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं. कार्त्यायनी महामाये महायोगिनदीश्वरी, नन्दगोपसुतं देवी पतिं मे कुरुत्वे नमः. श्रीकृष्ण शरणं मम, नासोऽहं कृष्ण तवास्मि. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരേ കൃഷ്ണ.